കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയാണ് PM ശ്രീയിലെ തുടരുന്ന രാഷ്ട്രീയ വിവാദം പിന്നോട്ടടിപ്പിക്കുന്നത്. ഫലമായി കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ലഭ്യമല്ലാതാക്കുന്നു. എന്നിട്ടും പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇരു മുന്നണികളും കുറവ് വരുത്തുന്നുമില്ല. PM ശ്രീ വിവാദം കേരളത്തിൽ ആളിപ്പടരുകയാണ്. LDF സർക്കാർ ഒപ്പുവെച്ച പദ്ധതിയിൽ നിന്ന് എങ്ങനെ പിന്മാറാം എന്ന് UDF സർക്കാർ ചിന്തിക്കുകയാണ്. PM ശ്രീ നടപ്പാക്കാൻ UDF സർക്കാരിനെ അനുവദിക്കില്ലെന്നാണ് LDF നിലപാട്. UDF സർക്കാർ പ്രതിരോധത്തിലാണെന്ന് CPIM നേതാവ് P രാജീവ് പറയുന്നു. വന്ദേമാതരം, ഗവർണർ നയപ്രഖ്യാപനം തുടങ്ങിയ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പൊതുപ്രതികരണം നടത്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിരോധത്തിലായ UDFനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് PM ശ്രീയിലെ പുതിയ വിവാദമെന്നും PM ശ്രീയുടെ നടത്തിപ്പുകാരായി UDF മാറിയെന്നും P രാജീവ് പറഞ്ഞു. ഇത്തരം പ്രതിരോധത്തിനാകുന്ന UDFനെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പുറത്തെ ചില വിവാദങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ? PM ശ്രീയുടെ കാര്യത്തിൽ വേറെ പ്രശ്നങ്ങളില്ലല്ലോ. PM ശ്രീ ഞങ്ങൾ ചർച്ച ചെയ്തു, അതിനകത്ത് വകുപ്പ് ഒപ്പിട്ട കാര്യം അത് ശരിയായില്ല എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ടായിരുന്നു, ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ തന്നെ മന്ത്രിസഭ ചർച്ച ചെയ്തു. മന്ത്രിസഭ ചർച്ച ചെയ്തുകൊണ്ടാണ് PM ശ്രീയുടെ സംബന്ധിച്ച് ക്യാപ്റ്റൻ അബയൻസ് വെച്ചിട്ടുള്ളത്. ആ ക്യാപ്റ്റൻ അബയൻസ് വെച്ചിട്ടുള്ളിടത്തും ഇന്ന് നിങ്ങൾ എന്തുകൊണ്ട് മാറുന്നില്ല എന്നാണ് നേരത്തെ ചോദിച്ചിരുന്നുകൊണ്ടിരുന്നത്. UDFിൻ്റേത് അവസരവാദ നിലപാട്. ഇപ്പോഴുള്ള വിവാദങ്ങൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ എന്നുമാണ് CPIM നിലപാട്. കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞതെന്താണ്? നമുക്ക് PM ശ്രീ നടപ്പിലാക്കാൻ പറ്റുന്നില്ല എന്ന് മുൻ മന്ത്രി KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. പറ്റുമോ ഇല്ലോ എന്നുള്ള സാങ്കേതികതയുടെ പ്രശ്നമൊന്നുമില്ല. സുപ്രീം കോടതി എന്താ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത്? സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾക്ക് PM ശ്രീ നടപ്പിലാക്കാൻ പറ്റുന്നില്ല, കാരണം കേരള ഗവൺമെൻറ് അതിൻ്റെ ഫൈനൽ കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞതിനപ്പുറം ഏതെങ്കിലും കാര്യം ഏതെങ്കിലും ലേഖനത്തിന് പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം സുപ്രീം കോടതി തന്നെ പറഞ്ഞു, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ PM ശ്രീ നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട്, കാരണം കേരളം അടുത്ത സ്റ്റെപ്പ് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ക്ലിയറാണ്, ഞങ്ങളത് നടപ്പിലാക്കുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്, അതിന് സംശയമേ ഇല്ല. VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന് 50 ദിവസത്തിനുള്ളിൽ തന്നെ തുറന്നു കാട്ടപ്പെട്ടുവെന്നും അധികാരത്തിൽ വന്നാൽ PM ശ്രീയിൽ നിന്ന് പിന്നോട്ട് പോകും എന്ന് പറഞ്ഞവർ പക്ഷേ മുന്നോട്ടാണ് പോയതെന്നും CPIM നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഇങ്ങനെ LDFും UDFും ഏറ്റുമുട്ടി വൈകിപ്പിക്കുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറെ ഗുണം കിട്ടുന്ന പദ്ധതിയാണ്. ജനം, ഡൽഹി.